സെൽഫ് ലവ് എന്ന് പറയുന്നത് പ്രീച്ച് ചെയ്യുന്ന അത്ര എളുപ്പമല്ല അക്സെപ്റ്റ് ചെയ്യാൻ. ഐ ലവ് മൈസെൽഫ്. അത് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാനത് ഏറ്റെടുത്തത്. കാരണം ഒരുപാട് ആൾക്കാർ പറയുന്നതും മെലിഞ്ഞിരിക്കുന്നു, കളർ കുറവാണ്, ചുരുണ്ട മുടിയാണ്, ഇതൊക്കെ എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്കും ചില ഇൻസെക്യൂരിറ്റീസ് തോന്നിയിട്ടുണ്ട്, ഇല്ലെന്നില്ല. ബട്ട് എന്തോ ഞാനതൊന്നും അത്രയും വലിയ കെയർ ആയിട്ട് എടുത്തിട്ടില്ല, ലൈക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അതും ഈ പറഞ്ഞതൊന്നും അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊന്നും അല്ല, നമ്മുടെ സ്വന്തം വീട്ടിലെ ആൾക്കാർ പോലും പറഞ്ഞിട്ടുണ്ട്. ബേസിക്കലി നമുക്കെല്ലാം ആ ഇൻസെക്യൂരിറ്റി നമ്മുടെ മേത്തോട്ട് ഇങ്ങനെ അടിച്ചേൽപ്പിച്ച് നമ്മളെ തന്നെ ഹേറ്റ് ചെയ്യുന്ന രീതിയിൽ ആൾക്കാരത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഐ ഹാവ് ലെഫ്റ്റ് എവറിത്തിങ് ആൻഡ് ഐ സ്റ്റാർട്ടഡ് ലവിങ് മൈസെൽഫ്. പക്ഷേ ഇതെല്ലാവർക്കും അങ്ങനെയല്ല. ചില ആൾക്കാർക്ക് ഇതൊക്കെ ട്രോമയാണ്. വണ്ണം വെക്കുമെന്ന് പേടിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. കൈ വണ്ണമുള്ള കാരണം പല ഡ്രസ്സ് ഇടാത്ത ആൾക്കാരുണ്ട്. കളർ കുറച്ച് കുറഞ്ഞു പോയ കാരണം പല ഡ്രസ്സ് ഇടാത്ത ആൾക്കാരുണ്ട്. ഐ മീൻ അവരുടെ അടുത്തൊക്കെ നമുക്ക് പറയാം, ഡോണ്ട് സേ ദാറ്റ്, കളർ അത് കുറഞ്ഞാൽ എന്താ കുഴപ്പം, ഇതൊക്കെ ഇപ്പം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയാം. പക്ഷെ ഫോർ ദം ഇറ്റ്സ് ആക്ച്വലി ട്രോമ. അവർ ആ ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും അവർക്ക് ആ പഴയ കാര്യങ്ങൾ, ലൈക്ക് ആരെങ്കിലുമൊക്കെ വളരെ ഡിയർ വൺസ് ആയിട്ടുള്ളവർ പറയുന്നത് അത്രയും ഹേർട്ടായി കാണും. അത് ഈ പറഞ്ഞതൊന്നും ഇച്ചിരി വളർന്നതിന് ശേഷമല്ല, എല്ലാം കുഞ്ഞിലേ പറഞ്ഞ കാര്യങ്ങളാണ്. ലിറ്ററലി സന്തോഷത്തോടെ വന്ന് ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ നീ കഴിക്കുക, നീ വണ്ണം വെച്ച് കയറട്ടെ, അല്ലെങ്കിൽ ഒരു പുതിയ ഡ്രസ്സ് ഇട്ട് ഇറങ്ങുമ്പം ഇച്ചിരി കൂടെ നിറം ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്ന കേട്ട് ഹേർട്ടായ ആൾക്കാരാണ്. സോ എല്ലാവരുടെ അടുത്തും പോയിട്ട് സെൽഫ് ലവ് ചെയ്യൂ, നമ്മളെ ഇഷ്ടപ്പെടണം, നമ്മളല്ലാതെ ആരിഷ്ടപ്പെടും എന്ന് പറയുമ്പം എല്ലാവർക്കും അത്ര ഈസി അല്ല അക്സെപ്റ്റ് ചെയ്യാൻ. ഐ മീൻ ഷുഡ് ബി ഡൺ, but it's not easy. So give them their time. They'll start loving themselves.